Shall we start our explanation class? നമുക്ക് നമ്മുടെ explanation class തുടങ്ങിയാലോ? So first we discuss question number 1. What was that question number 1? നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പെട്ടെന്ന് നമുക്ക് പറഞ്ഞിട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? എന്തായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 1? How many 3 digits number is possible using the given digits without repeat digits? എന്താണ് ചോദ്യം? മലയാളത്തിലൊന്ന് മാഷ് പറയാം. How many 3 digits numbers? എത്ര മൂന്നക്ക സംഖ്യ. അപ്പം മൂന്നക്ക സംഖ്യയാണ് നമുക്ക് എഴുതേണ്ടത് എന്ന് മനസ്സിലായി. നമുക്ക് എഴുതേണ്ടത് മൂന്നക്ക സംഖ്യയാണ്. യൂസിങ് ഗിവൺ ഡിജിറ്റ്സ് വിത്തൗട്ട് റിപ്പീറ്റ് ഡിജിറ്റ്സ്. ഇപ്പോൾ ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഡിജിറ്റ്സ് ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നത്? 1, 4, 7. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ ഗിവൺ ഡിജിറ്റ്സ്. സോ ഹിയർ we need to construct or we need to write 3 digit numbers. 3 digits numbers ആണ് നമുക്ക് എഴുതേണ്ടത്. We need to write 3 digits number using these 3 different digits. But there is a one condition is here. What was that condition? എന്താണ് ഇവിടെയുള്ള കണ്ടീഷൻ? എന്താണ്? ആവർത്തിക്കാൻ പാടില്ല. വിത്തൗട്ട് റിപ്പീറ്റ് ഡിജിറ്റ്സ്. ഒരു സംഖ്യയുടെ ആവർത്തനം ഉണ്ടാവാൻ പാടില്ല. അതായത് 1, 4, 7 എന്നുള്ള സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്നക്ക സംഖ്യ നമുക്ക് എഴുതണം. ആ മൂന്നക്ക സംഖ്യയിൽ 1, 4, 7 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. The digits never repeat in that 3 digit number. Clear? ഏതൊക്കെയാണ്? നിങ്ങൾ എഴുതിയതാണ്. ആൻസർ പെട്ടെന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ നോക്കി പറഞ്ഞാൽ മതി. ഒന്ന് 147 ഈസ് പോസിബിൾ ഹിയർ, റൈറ്റ്? 147 ഈസ് പോസിബിൾ. ദെൻ 174 ഈസ് പോസിബിൾ. 741, 471, then 714, then 417. Clear? These are the possible 3 digit numbers. 147, 174, 741, 471, 714, 417. എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും? യെസ്, 6 നമ്പേഴ്സ് ഈസ് പോസിബിൾ. ക്ലിയർ? നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് കറക്റ്റ് ചെയ്യുക. ശരിയാക്കിയിട്ടില്ലെങ്കിൽ ശരിയാക്കിയിട്ട് എഴുതുക. സോ വി ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 2. How many 3 digits number is possible using the given digits without repeat digits? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 digit നമ്പർ തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്. There is no doubt here. But the digits were changed. ഡിജിറ്റ്സ് മാറ്റിയിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ് ഡിജിറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 2ൽ? 9, 5, 2. 9, 5, 2 തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് പോസിബിൾ നമ്പേഴ്സ്? ഞാൻ നോട്ട് ബുക്കിൽ എഴുതിയതാണ്, നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. 952 ഈസ് പോസിബിൾ, റൈറ്റ്? ദെൻ 925 ഈസ് പോസിബിൾ, റൈറ്റ്? ദെൻ 259 ഈസ് പോസിബിൾ. 529 is possible. Then 295 and last 592. Shall I go to write a number 992? Is this correct? ശരിയാണോ ഇങ്ങനെ എഴുതുന്നത്? No. Why? Here 9 is repeat. ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എഴുതാൻ പറ്റില്ല. മനസ്സിലായോ?
952, 925, 259, 529, 295, 592. How many numbers? 6 numbers. ഇത്രയും മനസ്സിലായി. നിങ്ങൾ കറക്റ്റ് ചെയ്യുക, നോട്ട് ബുക്ക് നോക്കുക, കറക്റ്റ് ചെയ്യുക. Then we go to third question. Rewrite the given numbers using comma. ഒരു സംഖ്യയെ കോമ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഭാഗങ്ങളാക്കിയിട്ട് എഴുതാൻ പറ്റും. ഹൗ വി റൈറ്റ്? അതിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ പൊസിഷൻ, 10th പൊസിഷൻ, 100th പൊസിഷൻ നമ്മൾ ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദ സെക്കൻഡ് തിങ് ഈസ് 1000th പൊസിഷൻ ആൻഡ് 10,000th പൊസിഷൻ നമ്മൾ ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. തേർഡ് റൂൾ എന്താണ്? വാട്ട് വാസ് ദ തേർഡ് റൂൾ? ലാക്കിൻ്റെ പൊസിഷനും 10 ലാക്കിൻ്റെ പൊസിഷനും നമ്മൾ ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരേ ഗ്രൂപ്പായിട്ടാണ് എടുക്കുന്നത്. നാലാമത്തെ റൂൾ എന്താണ്? ക്രോർ. അതെല്ലാം ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഒരു സംഖ്യ നമുക്ക് എഴുതി നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതെല്ലാം മനസ്സിലാവും. ഒരു സംഖ്യ എഴുതാം, 59238, 59,238. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് റൂൾ നോക്കാം. ഫസ്റ്റ് 10th 100th പൊസിഷൻ ഒരു ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വി കൺസിഡർ ഫസ്റ്റ് 10th and 100th പൊസിഷൻ ഇൻ ദ സെയിം ഗ്രൂപ്പ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പൊസിഷൻ, 10th പൊസിഷൻ, 100th പൊസിഷൻ. Then we put a comma. So this is the right answer. 59,238, 59,238, 238. Clear? We write another number. How to read this number? 8,55,333. What was the first rule? First 10th 100th പൊസിഷൻ കൺസിഡർ ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഒറ്റയും 10ൻ്റെയും 100ൻ്റെയും സ്ഥാനങ്ങൾ ഒരുപോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പൊസിഷൻ, 1th പൊസിഷൻ, 1th പൊസിഷൻ, 10th പൊസിഷൻ, 100th പൊസിഷൻ. Then put a comma. What was the second rule? 1000th and 10,000 position consider in the same group. This is the 1000th position, then 10,000 position consider in the same group. Then we put a comma. So how to rewrite it? 8, 55,000, 333. Hope you understand. Clear ayo? Then we go to question number 3. Rewrite the given numbers using comma or divide these numbers. What was the first number? 67,890. How to rewrite this number using comma? What was the first rule? First or 1th, 10th, 100th position consider in the same group. So this is the 1th position, 10th position, 100th position consider in the same group. Then put a comma. So what was the answer? 67,000, 890. Clear? What was the second number? 56,888. 56,888. What was the first rule? 1th, 10th, 100th position are considered the same. First position, second, that means 1th position, 10th position, 100th position. Then put a comma.
Clear? So how to rewrite this? 56,000 comma 888. Clear? What was the third number? 4,34,678. Clear? We are applying first rule. 1th, 10th, 100th position considered in the same group. So this is the 1th position, 10th position, 100th position, then put a comma. What was the second rule? 1000 and 10,000 position considered the same group. So this is a 1000 position, then 10,000 position, then we put a comma. So how to rewrite this? 4 lakh, comma 34,000, comma 678. Clear? So we go to fifth number, 74 lakh 56,632. 632. What was the first rule? 1th, 10th, 100th position consider the same group. So this is the 3 position, then put a comma. 1000 and 10,000 consider the same group. So this is a 1000 position and this is the 10,000 position consider the same group, then put a comma. So we write it. Clear? How to rewrite it? 74 lakh, comma 56,000, comma 632. Clear? Now we go to question number 4. What was the question number 4? Question number 4 ഞാൻ ഒന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, കാരണം നമുക്കപ്പുറം കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. വീഡിയോ നല്ല ലെങ്തായി പോവും. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി മുഴുവൻ നിങ്ങൾ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 4, റീറൈറ്റ് ദി ഗിവൺ നമ്പേഴ്സ് യൂസിങ് കോമ. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഫസ്റ്റ് നമ്പർ എന്താണ്? 9 crore 78 lakh 45,678. 678. Clear? So ഇതാണ് fourth questionലെ first number. We are applying first rule. Consider 1th, 10th, 100th position in the same group. So this is the first position, 10th position, 100th position consider in the same group. We put a comma. Then what was the second rule? 1000 and 10,000 consider in the same group. So this is the 1000 position. This is a 10,000 position consider in the same group and put a comma. Then what was the third rule? Lakh and 10 lakh consider in the same group. So this is the lakh position and this is the 10 lakh position. Then we put a comma. Clear? ഒന്ന് മലയാളത്തിൽ പറയാം, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒറ്റ 10 100ൻ്റെ സ്ഥാനങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നോക്കും. ഇതാണ് ഒറ്റ 10 100ൻ്റെ സ്ഥാനങ്ങൾ, അതിനൊരു ഗ്രൂപ്പാക്കി കൊമയിട്ടു. പിന്നെ രണ്ടാമത്തെ റൂൾ എന്താണ്? 1000ഉം 10,000ഉം ഒരുമിച്ച് എടുക്കണം. 1000 ഇവിടെയാണ്, 5ൻ്റെ സ്ഥാനം 1000 ആണ്, 4ൻ്റെ സ്ഥാനം 10,000 ആണ്, അതിന് ഒരുമിച്ച് എടുത്തു, കൊമയിട്ടു. പിന്നെ എന്താണ്? ലാക്കിനെയും 10 ലാക്കിനെയും ഒരുമിച്ച് എടുക്കണം. ലാക്ക് 8 എന്ന് പറയുന്നത് ലാക്കിൻ്റെ പൊസിഷനാണ്, 7 എന്ന് പറയുന്നത് 10 ലാക്കിൻ്റെ പൊസിഷനാണ്, അതിന് ഒരുമിച്ചെടുത്തു, കോമയിട്ടു. ക്ലിയർ? ഇതിനെങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും? 9 crore, 78 lakh, 45,000, 678.
This is the right answer. Clear? So this is the fourth question. അതിൽ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യണം. ഇനി അടുത്തയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, മേ ബി തൗസൻഡ്സ് or 10,000 or maybe lakh present in a given number. മലയാളത്തിൽ പറയാം, ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ആ സംഖ്യയിൽ എത്ര ഒന്നുകളുണ്ട്, എത്ര പത്തുകളുണ്ട്, എത്ര നൂറുകളുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനും ഒന്നുകൂടി പറയാം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് മനസ്സിലാവില്ല. ഒരു വളരെ ചെറിയൊരു സംഖ്യ എടുക്കാം. ഒന്നാമത് നമ്മളൊരു സംഖ്യ എടുക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 എടുക്കൂ നിങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്തായിരുന്നു? ഹൗ മെനി വൺസ്, ടെൻസ് ആൻഡ് ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഇൻ ഗിവൺ നമ്പേഴ്സ്. എത്ര ഒന്നുകൾ, എത്ര പത്തുകൾ, എത്ര നൂറുകളുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ എത്ര ഒന്നുകളും പത്തുകളും നൂറുകളും ഉണ്ട്. ഹൗ മെനി വൺസ്, ടെൻസ് ആൻഡ് ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഇൻ എ ഗിവൺ നമ്പേഴ്സ്. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് നമ്പർ? വാട്ട് വാസ് ദ ഫസ്റ്റ് നമ്പർ? ഏതായിരുന്നു അഞ്ചാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത്? 567. 567 ആണ് ഒന്നാമത്തെ സംഖ്യ. സോ ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? നോക്കിയേ, ഹൗ മെനി വൺസ്, ഏതായിരുന്നു വൺസിൻ്റെ പൊസിഷൻ? യെസ്, 7 ആണല്ലേ. ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? 7 വൺസ് പ്രസൻറ്റ് ഹിയർ. ഹൗ മെനി ടെൻസ് പ്രസൻറ്റ് ഹിയർ? നോക്കിയേ, ഏതാണ്? 6 ടെൻസ് പ്രസൻറ്റ് ഹിയർ. ഹൗ മെനി ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ? ഹൗ മെനി ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ? 100th പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? 5. സോ 5 ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ. സോ വി ക്യാൻ റൈറ്റ് 500 നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ 610 നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ 7 നമുക്കിവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? രണ്ടാമത്തേത് ഏതായിരുന്നു സംഖ്യ? 345. 345. How many ones present here? 5 ones. Then how many tens present here? Yes, 4 tens present here. How many hundred presents here? 300 presents here. So 300. നിങ്ങൾ നോട്ടിൽ ഇത് വെച്ചെന്ന് എഴുതരുത്. 100 തന്നെ കൃത്യമായിട്ട് എഴുതണം. ടി എന്തെഴുതും? ടെൻസിന് എഴുതണം. വൺസിന് കൃത്യമായിട്ടൊക്കെ എഴുതണം. ദെൻ 4 tens, 5 ones. ക്ലിയർ? ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് എഴുതണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായോ? ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. ടെക്സ്റ്റ് ബുക്കിൽ 10ാം നമ്പറിൽ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 10ാം നമ്പർ പേജ് എടുക്കുക. അതിൽ ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ? ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? വി ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ജൂപ്പിറ്റർ ഫ്രം ദ സൺ? ജൂപ്പിറ്റർ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതണം, കൃത്യമായിട്ട് എഴുതണം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ടു ഇറ്റ്സ് നിയറസ്റ്റ് പ്ലാനറ്റ്? എന്താണ് ചോദ്യം? സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹത്തിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഏറ്റവും അടുത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഏറ്റവും കുറയുക എന്നല്ലേ അർത്ഥം?
ഏറ്റവും ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കുമ്പോഴേ ഏറ്റവും അടുത്ത് കിടക്കുക. അങ്ങനെയാണ് എങ്കിൽ ഈ ടേബിളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് കണ്ടെത്തുക. അതാണ് നിയറസ്റ്റ് പ്ലാനറ്റ്. ആ പ്ലാനറ്റ് ഏതാണ് എന്ന് നിങ്ങൾ ഇവിടെ എഴുതണം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ടു ഇറ്റ്സ് ഫാറസ്റ്റ് പ്ലാനറ്റ്? വളരെ ദൂരെയുള്ള ഗ്രഹം ഏതാണ്? വളരെ ദൂരെ കിടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഇറ്റ് മീൻസ്? ഇറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ഈസ് വെരി ലാർജ്, റൈറ്റ്? ദൂരം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ടേബിളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? ആ ഗ്രഹവുമായിട്ടായിരിക്കും ഡിസ്റ്റൻസ് വെരി കൂടുതൽ. സോ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പ്ലാനറ്റ് ആൻഡ് റൈറ്റ് ഹിയർ. ക്ലിയർ? സോ വി ഗോ ടു നെക്സ്റ്റ് പോർഷൻ. Many forms of 10,000s. That means, see how 10,000 is given in various forms. Here 10,000 is given in various forms. വ്യത്യസ്ത രീതികളിൽ 10,000 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുന്നില്ലേ? വ്യത്യസ്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ വൺസ് എടുത്ത് നോക്കാം. എത്ര വൺസ് ഉണ്ട് എന്ന് നമുക്ക് എടുത്ത് നോക്കാം. എത്ര എഴുതിയിരിക്കണത്? ഇതാ വൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10,000 നമ്മളെ സംഖ്യ. അതിലെത്ര ഒന്നുകളുണ്ട്? ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? യെസ്, 10,000 വൺസ് പ്രസൻറ്റ് ഹിയർ. വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് വരുന്നതെന്നല്ലേ. 10,000 നമ്മുടെ സംഖ്യ. 10,000 is our digit, right? How many ones present here? How many ones present here? 10,000 ones present here because 10,000 is our number. അടുത്തത് നമുക്ക് എന്തെടുത്ത് നോക്കാം? എത്ര ടെൻസ്, പത്തുകൾ എത്ര എണ്ണം വരുന്നുണ്ട് എന്ന് എടുത്ത് നോക്കാം. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര പത്തുകൾ വരുന്നുണ്ട് എന്ന് നോക്കാം. അതെങ്ങനെയായിരുന്നു ചെയ്തത്? ആദ്യം പത്തുകൾ വരുമ്പോൾ നമ്മൾ അവസാനത്തെ ഒരു ഭാഗം മായ്ച്ചു വെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താണ്? നോക്കിയേ, ബാക്കി എന്താണ് വരിക? ഇതാ എത്ര വരും? 1000. അപ്പോൾ 1000 ടെൻസുകൾ 10,000-ലുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. 10,000 നമ്മുടെ സംഖ്യ. ആ 10,000-ൽ എത്ര പത്തുകളുണ്ട് എന്നാണ് ചോദിച്ചത്. അതിനെന്തായിരുന്നു ചെയ്തത്? 10,000 എഴുതി അവസാനം 10 എന്ന് പറയുമ്പം അവസാനത്തെ ഒരു സംഖ്യ മാറ്റിവെച്ചു. ബാക്കി എത്രയുണ്ട് എന്ന് നോക്കി. 1000 ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടെ എഴുതിയിട്ട് ഇതാ 1000 ടെൻസ് ഉണ്ട്. ഇനി എത്ര നൂറുകളുണ്ട്? എത്ര നൂറുകളുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചത് എന്നിരിക്കട്ടെ. എത്ര നൂറുകളുണ്ട് എന്നാണ് ചോദിച്ചത്. നോക്കാം. 10,000 നമ്മുടെ സംഖ്യ. 10,000 നമ്മുടെ സംഖ്യ. എത്ര നൂറുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ്സാണ് നമ്മൾ മാറ്റുന്നത്, അല്ലേ? അവസാനത്തെ 2 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? ഇതാ ഇത് 2. അങ്ങനെയാണെങ്കിൽ ബാക്കി എങ്ങനെയാണ് വരുന്നത്? ബാക്കി എന്താണ് വരുന്നത്? ഇതേ നോക്കിയേ, എന്താണ്? 100. അപ്പോൾ 100 ഹൺഡ്രഡ്സ് ഉണ്ട്. ഇത് ഇവിടെ എഴുതിയിട്ട് ഇതാ നോക്കിക്കേ, 100 ഹൺഡ്രഡ്സ്. മലയാളത്തിൽ പറയാം, 10,000 നമ്മുടെ സംഖ്യ. അതിൽ എത്ര നൂറുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവസാനത്തെ 2 ഭാഗം നമ്മൾ മാറ്റിവെക്കുകയാണ്. 2 ഡിജിറ്റ്സ് നമ്മൾ മാറ്റിവെക്കുകയാണ്. ബാക്കി എത്രയാണ്? 100 നമുക്ക് കിട്ടുന്നത്. അപ്പം 100 നൂറുകൾ ചേരുമ്പോഴാണ് നമുക്ക് 10,000 ലഭിക്കുന്നത്. ഇനിയോ 1000 നോക്കണം അല്ലേ? എത്ര 1000 ഉണ്ട്? അപ്പോൾ നമ്മൾ എത്ര സ്ഥാനം മാറ്റി വെക്കേണ്ടി വരും? നോക്കിയേ, എത്ര സ്ഥാനം നമ്മൾ മാറ്റി വെക്കേണ്ടി വരും? 10,000 നമ്മുടെ സംഖ്യ. 10,000
1000 എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മാറ്റണം? 1000 എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 3 സംഖ്യകളെ വിക്ടേഴ്സിൽ ടീച്ചറും മറച്ചു വെക്കുന്ന കണ്ടു അല്ലേ? അങ്ങനെയാണെങ്കിലോ ബാക്കി എന്താണുള്ളത് നോക്കിയേ. 10 തൗസൻഡുകൾ ഉണ്ടാവണം. 10 thousands ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിക്കേ. 10 ആയിരങ്ങൾ കൂടി ചേർന്നാലാണ് 10,000 ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? ഈ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എത്ര 10,000 ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞതാണല്ലേ. എത്ര 10,000 ഉണ്ട്? ഒരു 10,000 മാത്രമേ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ ഇതെത്രയാണ് വായിക്കുക? 1 lakh ഈസ് ഗിവൺ ഹിയർ. ഇവിടെയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നോക്കിയേ, ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? 1 lakhൽ എത്ര ഒന്നുകൾ ഉണ്ടാവും? ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഇൻ 1 lakh? യെസ്, വൺസ് വെരി സിമ്പിൾ ആണല്ലേ. എത്രയുണ്ടാവും? 1 lakh വൺസ് ഉണ്ടെങ്കിൽ മാത്രമേ 1 lakh ആവുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 1 lakh എന്ന് എഴുതണം. ഒന്നുകൂടി മാഷ് പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നോക്കിയേ, ഹൗ മെനി ടെൻസ് പ്രസൻറ്റ് ഹിയർ? എത്ര 10കൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. നമ്മുടെ സംഖ്യ എത്രയായിരുന്നു? 1,00,000 നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? 10 കണ്ടുപിടിക്കാൻ ഹൗ മെനി ടെൻസ് പ്രസൻറ്റ് ഇൻ ദിസ് നമ്പർ, ദിസ് 1 lakh? എന്തായിരുന്നു ചെയ്തത്? അവസാനത്തെ ഡിജിറ്റ്സിനെ ആയിരുന്നു ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വരും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ബാക്കി എത്ര വരും? എത്രയാണ്? 10,000 10കൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 10,000 ടെൻസ്. മനസ്സിലായോ? ഒന്നുകൂടി മാഷ് പറഞ്ഞുതരാം. ഹൗ മെനി ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ? ഹൺഡ്രഡ്സ് വരുമ്പോൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹൺഡ്രഡ്സ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അവസാനത്തെ 2 ഡിജിറ്റ്സിനെയാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എന്തുണ്ട് നോക്കാം. ബാക്കി എന്താണുള്ളത്? എത്രയാണിത് വായിക്കുക? 1000. അപ്പോൾ 1000 100 ചേർന്ന് കഴിഞ്ഞാലാണ് എന്തായിട്ട് മാറുന്നത്? 1,00,000 മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 നോക്കി, ബാക്കി 3 കൂടി. ഇത് വളരെ സിമ്പിളാണല്ലേ. ഹൗ മെനി ലാക്ക് പ്രസൻറ്റ് ഹിയർ? എത്ര എണ്ണം ഉണ്ട്? ഒറ്റ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എഴുതാം. ഇത് രണ്ടും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് എഴുതി വെക്കണം. വളരെ കൃത്യമായിട്ട്, വളരെ നീറ്റായിട്ട് എഴുതി വെക്കണം. ക്ലിയർ? അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ് നോക്കിയേ. 10 ലക്ഷത്തിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണിത്. മനസ്സിലായോ? ഈ 10 ലക്ഷത്തെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാത്സിൻ്റെ നോട്ട് ബുക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇത് നമ്മൾ അടുത്തതിൽ നോക്കിയേ. 1 നമ്പർ ഡിഫറെൻറ്റ് ഫോംസ്. ഫസ്റ്റ് എന്താണ് പറയുന്നത്? See how 8,492 is written in different forms. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൺഡ്രഡ്സും ടെൻസും വൺസും എത്രയുണ്ട് എന്നാണ് ചോദിച്ചത്. ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? വൺസിൻ്റെ പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? 2 ആണ് ഇരിക്കുന്നത്. 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ടെൻസിൻ്റെ പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? 9 ആണ് ഇരിക്കുന്നത്. 9 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഹൺഡ്രഡ്സ് എത്രയാണ് എന്നാണ് ചോദിച്ചത്. എത്ര 100 ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് 100ൻ്റെ പൊസിഷനിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ 4 മാത്രമാണ്. 4 ഈസ് സിറ്റിംഗ് ഇൻ 100th പൊസിഷൻ. ബട്ട് ഹിയർ ഈസ് ആൻസർ ഈസ് 854.
ഹൗ ഇറ്റ് കംസ്? ഇതെങ്ങനെയാണ് വന്നത്? ഇപ്പോൾ 4 മാത്രമാണോ വരിക? അല്ല. കാരണം എന്താണ്? വൺസ് ചോദിച്ചപ്പോൾ നമ്മൾ 2 എഴുതിയത് നമ്മൾ ടെൻസ് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 9 എഴുതിയത്. വൺസിൻ്റെ പൊസിഷനിൽ ഇരിക്കണത് 2 ആണ്, 2 എഴുതി. ടെൻസിൻ്റെ പൊസിഷനിൽ ഇരിക്കണത് 9 ആണ്, 9 എഴുതി. ബാക്കി മുഴുവൻ ഹൺഡ്രഡ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ബാക്കി മുഴുവൻ എന്തിൽ വരും? ഹൺഡ്രഡ്സിൽ വരും. ക്ലിയർ ആയോ? നമുക്കൊരു ഉദാഹരണം ചെയ്തു നോക്കാം. താഴെ അതിന് വേറെ കുറച്ച് രീതിയിലും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളോട് ഈ 3 ലെവലിൽ മാത്രം ചോദിച്ചതുകൊണ്ട്, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് മാത്രം ചോദിച്ചതുകൊണ്ടാണ് ഹൺഡ്രഡ്സിൽ 854 ഹൺഡ്രഡ്സ് ഉണ്ട് എന്ന് വന്നത്. ഇനി ഇത് നോക്കിയേ, ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? 85,492 തന്നെയാണ് പറയുന്നത്. ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? എത്ര വൺസ് ഉണ്ട്? നമുക്കറിയാം 2 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഹൗ മെനി ടെൻസ് പ്രസൻറ്റ് ഹിയർ? ദാ ടെൻസിൻ്റെ പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? 9. ഹൗ മെനി ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ? ഇവിടെ 854 ആണ്. ഇവിടെ 854 എഴുതാൻ പറ്റുമോ? നോ. വൈ? ഹിയർ ഓൾസോ ആസ്ക്ഡ് ഹൗ മെനി 1000 പ്രസൻസ് ഹിയർ ആൻഡ് ഹൗ മെനി 10,000 പ്രസൻസ് ഹിയർ. So we cannot write 854 directly here. How many hundreds presents here? 100 മാത്രമാണ് ചോദിച്ചത്. എല്ലാം വേറെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എത്ര 100കളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര 10,000 ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര ആയിരങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ 854 ഡയറക്റ്റ് എഴുതാൻ പറ്റുകയില്ല. എത്രയേ എഴുതാൻ പറ്റുള്ളൂ? 100ത്തിൻ്റെ പൊസിഷനിലുള്ളത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഏതാണ്? 4. എത്രയാണ്? 400. ദെൻ തൗസൻഡ്സിൻ്റെ പൊസിഷൻ ചോദിച്ചു. തൗസൻഡ്സിൻ്റെ പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? 5. 1000. 10,000ൻ്റെ പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? 8. നോക്കിയേ, ഇത് കറക്റ്റ് അല്ലേ? നമുക്കിതെങ്ങനെ വെരിഫൈ ചെയ്യാം? 8 10,000 ഉണ്ടല്ലേ? 8 10,000 ഉണ്ട് പറഞ്ഞാൽ 8 10,000 8 10,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 8 10,000. ആകെ എത്രയാണ് വരിക? 80,000 വരുമല്ലേ? 1 10,000, 2 10,000, 10,000, 10,000, 20,000, 30,000. അങ്ങനെ 8 10,000 കൂട്ടുമ്പോൾ എത്ര വരും? 80,000 വരും. 80,000. ക്ലിയർ? പ്ലസ് ഇത് ചെയ്തു. 5,000 ഉണ്ടല്ലേ? 5,000 ഉണ്ട്. 5,000 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 1000 കൂട്ടിയാൽ എത്രയാണ്? 2,000. അങ്ങനെ 5,000 കൂട്ടിയാൽ എത്ര കിട്ടും? 5,000. നമുക്കിവിടെ 5,000 നമ്മൾ ആഡ് ചെയ്യുവാണ്. അതും ആഡ് ചെയ്തു. ഇനി നോക്കിയേ, 400s ഉണ്ടല്ലേ? 4 100കളുണ്ട്. 4 100കൾ കൂട്ടിയാൽ എത്ര കിട്ടുക? 100 കൂട്ടണം, 100 കൂട്ടണം, 100 കൂട്ടണം, 100. അങ്ങനെ 100 4 തവണ കൂട്ടിയാൽ എത്ര കിട്ടും? 400 കിട്ടും അല്ലേ? 400 നമുക്ക് കിട്ടും. നമ്മളിവിടെ 400 എഴുതുന്നു. 400 എഴുതി, അതും എഴുതി. ഹൗ മെനി ടെൻസ് പ്രസൻറ്റ് ഹിയർ? 9. 9 10കളുണ്ടല്ലേ? 9 തവണ 10നെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 10 20, 30, 40, 50, 60, 70, 80, 90. 9 തവണ 10 കൂട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര എഴുതും? 90. ദെൻ ഹൗ മെനി വൺസ്? എത്ര ഒന്നുകളുണ്ട്? 2 ഒന്നുകളുണ്ട്. അപ്പോൾ ആകെ എത്രയായിരിക്കും? 1 കൂട്ടണം 1 എത്രയാണ്? 2. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയ മക്കൾ എത്ര കിട്ടും? 2 4 സോറി ഇത് 9 ആണ്. 9 4 5
8. എന്തേ നമുക്കിവിടെ കിട്ടിയില്ലേ? 85,492. ക്ലിയർ ആയോ? അങ്ങനെയാണ് എങ്കിൽ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഇതെങ്ങനെ വരും? ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? എത്ര ഒന്നുകളുണ്ട്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2 ഒന്നുകളാണ് എന്ന് നിങ്ങൾക്കറിയാം. ഹൗ മെനി ടെൻസ് പ്രസൻറ്റ് ഹിയർ? എത്ര 10കളുണ്ട് എന്നാണ് ചോദിച്ചത്. അത് നിങ്ങൾക്കറിയാം, 9 10കളുണ്ട് എന്നറിയാം. ഹൗ മെനി ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ? എത്ര 100കളുണ്ട്? എത്ര 100കളുണ്ട് ചോദിച്ചു. ഹൗ മെനി ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ? അത് നിങ്ങൾക്കറിയാം, എത്രയാണ്? 400. അടുത്ത ചോദ്യം, ഇപ്പം നമ്മൾ 4 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഹൺഡ്രഡ്സിൻ്റെ പൊസിഷൻ വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ വരെയുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എത്ര 1000 ഉണ്ട് എന്നാണ്. എത്ര 1000, എത്ര ആയിരങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1000ത്തിൻ്റെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ 5 ആണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ 5 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇതൊരു 10,000ൽ വരുന്ന സംഖ്യയാണ് അല്ലേ? 10,000 വരെയുള്ള നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മുഴുവനും നമ്മൾ ഏതിൽ എഴുതണം? 1000ൽ എഴുതണം. ബാക്കി എന്തൊക്കെ വരുന്നുണ്ട്? 100 കഴിഞ്ഞിട്ട് 85 വരുന്നുണ്ട്. അപ്പോൾ എത്ര 1000 വരും? 85,000 വരും. 85,000 വരും. മനസ്സിലായോ? ഇനി ഇതിന് തൊട്ട് താഴെ വേറൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി വൺസ് പ്രസൻറ്റ് ഹിയർ? ഓൾറെഡി നിങ്ങൾക്കറിയാം അല്ലേ? 2 ഒന്നുകളാണ് ഉള്ളത് നിങ്ങൾക്കറിയാം. ഇത് നോക്കിയേ നിങ്ങൾ. 1ൻ്റെ സ്ഥാനത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 ഒന്നുകളെന്ന് എഴുതി. ബാക്കി ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ടെൻസ് പ്രസൻറ്റ് ഹിയർ? എത്ര 10കളുണ്ട് എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 9 10കൾ എന്ന് മാത്രം എഴുതാൻ പറ്റുമോ? ഈസ് ഇറ്റ് കറക്റ്റ് ടു റൈറ്റ് ഓൺലി 9 ടെൻസ് ഹിയർ? നോ. ടെൻസ് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി 1000ഉം 10,000ഉം ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള മുഴുവതിനെയും നമ്മൾ ടെൻസിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതണം. അപ്പോൾ എത്ര വരും? 8,549 ടെൻസ് ഇവിടെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംഖ്യകളുടെ സ്ഥാനം പഠിക്കുന്നതിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ തൊട്ട് താഴെ വേറൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈവായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഈ സംഖ്യ ഏതാണ് എന്നറിയില്ല. സംഖ്യ ഏതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സംഖ്യ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. പക്ഷേ ഇവിടെ നമുക്കൊരു മാർഗം തന്നിട്ടുണ്ട്. സംഖ്യ ഏതാണ് കണ്ടെത്താനുള്ള മാർഗം തന്നിട്ടുണ്ട്. എന്താണ് ആ മാർഗം? നിങ്ങൾ നോക്ക്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ആ സംഖ്യയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 10,000 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 48 ഹൺഡ്രഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 48 ഹൺഡ്രഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ടെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 വൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്രയായിരിക്കും? നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. 3 ലക്ഷം നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ? ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ എഴുതുമ്പം നമ്മൾ എങ്ങനെ എഴുതും? 3 ലക്ഷം നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 3 ലക്ഷം. ഇതെത്രയാണ്? 3 ലക്ഷം. ഒറ്റ 10 100 1000 10000 ലക്ഷം പ്ലസ്
2 10,000 present here. രണ്ട് 10,000 ഇവിടെയുണ്ട്. എത്ര 10,000 രണ്ട് 10,000 ഒരു 10,000 പിന്നീട് ഒരു 10,000, അങ്ങനെ ആകെ എത്രയായിരിക്കും? 10,000-ഉം 10,000-ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 20,000. 2 10,000 present here. So first 10,000 plus second 10,000 എത്രയായിരിക്കും കിട്ടുക? 20,000. ക്ലിയർ? ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 48 hundreds ഉണ്ടല്ലേ? ഹൗ മെനി ഹൺഡ്രഡ്സ് പ്രസൻറ്റ് ഹിയർ? 48 hundreds ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 48 hundreds ഉണ്ട് എങ്കിൽ 100 plus 100 plus 100, അങ്ങനെ 48 തവണ നൂറുകൾ വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 48. 48 നൂറുകൾ നോക്കിയേ എത്രയായിരിക്കും? 4,800. 4,800. അതും കഴിഞ്ഞു. 3 tens ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 3 tens 3 പത്തുകളുണ്ട് എന്നാണ് പറയുന്നത്. 3 പത്തുകളുണ്ട്. ആകെ എത്ര വരും അപ്പോൾ? 10 plus 10 plus 10 എത്ര വരും ടോട്ടൽ? 30. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എത്ര വരും? 30. ഇനിയോ അടുത്ത എന്താണ്? 6 ones ഇവിടെ ഉണ്ടല്ലേ? 6 ഒന്നുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. 6 ഒന്നുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും വരിക? 1 plus 1 plus 1 plus 1 plus 1, അങ്ങനെ 6 തവണ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇതിൻ്റെ ടോട്ടൽ ആയിരിക്കില്ലേ ഇവിടെയുള്ള സംഖ്യ എന്ന് പറയുന്നത്? അത് എത്രയായിരിക്കും വരിക? നിങ്ങൾ കൂട്ടി നോക്കിയേ. 6 3 8 4 2 3. ഈ സംഖ്യ എങ്ങനെ വായിക്കാം? നിങ്ങൾ വായിച്ച് നോക്കിയേ. കോമ ഇട്ടിട്ട് വായിക്കാൻ നമ്മൾ പഠിച്ചല്ലേ? എത്രയാ വരിക? 3,24,836. 3,24,836. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യണം. ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം. റൈറ്റ്, ഇതെത്രയാണ് വായിക്കുക? 1,36,749 ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. 1,36,749 വ്യത്യസ്ത ഭാഗങ്ങളാക്കിയിട്ട് നമ്മളിവിടെ എഴുതിയതുപോലെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. നമുക്കിതൊന്നുകൂടി എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാം. ഓക്കെ.